നമസ്തേ. കേരളത്തിൻ്റെ രാജ്ഭവന്റെ രാജവീഥിയിലാണ് ഞാൻ നിൽക്കുന്നത്. കേരള ഗവർണർക്കെതിരെ ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ, ഇന്നലെ മുഖ്യമന്ത്രിയും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയും അടക്കം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഫേസ്ബുക്ക് ലൈവിന് ഞാൻ വിതിരുന്നത്. രാജ്ഭവന്റെ മുന്നിൽ പടയൊരുക്കം നടത്തി തുടങ്ങി. DYFIക്കാർ അവിടെ പ്രതിരോധിക്കാൻ പോവുകയാണ്. എന്തിനാ പ്രതിരോധിക്കുന്നത്? ഇവിടുത്തെ ഗവർണർ രാജ്ഭവനിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്ന, പ്രായോഗികമായി ഭരണഘടനാപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഗവർണർ അവിടെ ഭാരതമാതാവിൻ്റെ പടം വെച്ചു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു പരിപാടിക്ക് ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എത്തേണ്ടയിടത്ത് ആ മീറ്റിങ്ങിൽ ഒരു ഭാരതമാതാവിയുടെ പടം വെച്ചു. 11 മണിക്ക് ചെല്ലേണ്ട വിദ്യാഭ്യാസ മന്ത്രി 20 മിനിറ്റ് വൈകുമെന്ന് അറിയിച്ച് 25 മിനിറ്റ് വൈകി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടത് ഭാരതമാതാവിന് പുഷ്പാർച്ചന നടത്തുന്ന ഗവർണറെയാണത്രേ. ഭാരതമാതാവ് എന്ന് പറയുന്ന പ്രതീകത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പോലുമില്ല വിദ്യാഭ്യാസ വിജ്ഞാനം നിർഭാഗ്യവശാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാനൊരു കൊട്ടേഷനിൽ, ഉദ്ധരണിയിൽ പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീയുടെ, ഒരു സഹോദരിയുടെ എന്ന് പറഞ്ഞു പിന്നത്തെ ഒരു ചാനലിൻ്റെ ഒരു സ്ത്രീയുടെ പടമാണ്. അത് വെറും ഒരു സ്ത്രീയുടെ പടമായി വ്യാഖ്യാനിക്കുകയും RSSന്റെ അടയാളമാണ് അതെന്ന് പ്രതീകവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഭാരതമാതാവിനെ നിന്ദിച്ചത്. ഗവർണറെ നിന്ദിച്ചു, ഭാരതാംബയെ നിന്ദിച്ചു. അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ മനസ്സിലാക്കാൻ സ്വന്തം പേരിൽ കുട്ടി എന്നുള്ള ശിവൻകുട്ടിക്ക് സാധിച്ചില്ല. ഒരു സ്ത്രീ സഹോദരി എന്നൊക്കെ പറയുന്നതിനേക്കാൾ എന്ത് അന്തസ്സായിട്ടായിരുന്നു അമ്മ എന്ന ഒരു വികാരം വേണ്ടിയിരുന്നത്. അമ്മ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു സങ്കല്പമാണ്. ഭാരതത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകമാണ് ഭാരതാംബ. ഭാരതത്തിന്റെ ദേശീയതയുടെ, ദേശസ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് ഭാരതാംബയെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. 1904 അവസാനം ബംഗാളിലെ അവനീന്ദ്രനാഥ് ചൗധരി ഭാരതാംബയെ ചിത്രം വരച്ചപ്പോൾ ബംഗാൾ വിഭജന കാലഘട്ടത്തിലും അതിന് പിന്നീട് മുഴുവൻ 19, 20 നൂറ്റാണ്ടുകളിൽ ഭാരതാംബ എന്ന പ്രതീകാത്മക സങ്കല്പവും ആ ചിത്രവും ഭാരതീയർക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം പകരുകയായിരുന്നു. ഓരോ ധമനിയിലും ആവേശം പകർന്നുകൊണ്ട് അമ്മ എന്ന ഒരു സങ്കല്പത്തിലൂടെ രാഷ്ട്രത്തെ അമ്മയായി കണ്ട് രാഷ്ട്രത്തിന്റെ മക്കളാണ് നമ്മളെന്ന് ഒരുപാട് വൈകാരികമായി ഉൾക്കൊണ്ടവരായിരുന്നു ഭാരതീയര്. ആ വികാരത്തെയാണ് ശിവൻകുട്ടി ഇന്ന് നിന്ദിച്ചത്, മുഖ്യമന്ത്രി ഇന്നലെ നിന്ദിച്ചത്. ശിവൻകുട്ടി ഒരു അതിരുകൂടി, ഒരു കടമ്പ കൂടി കടന്നിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചിട്ട് പോലും അത് ധിക്കരിക്കാനുള്ള അഹങ്കാരമാണ് രാജ്ഭവനിലെ ഗവർണർ കാണിച്ചതെന്ന്. എന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, അങ്ങും അങ്ങയുടെ നേതാവും പറയുന്നത് അനുസരിക്കാനല്ല ഒരു ഗവർണറെ ഇവിടെ രാഷ്ട്രപതി നിയമിച്ചിട്ടുള്ളത്. രാഷ്ട്രപതി നിയമിച്ച ഗവർണർക്ക് പ്രോട്ടോകോൾ അറിയാം, അദ്ദേഹം നിയമപരമായി കൈകാര്യം ചെയ്യും. അങ്ങ് പറഞ്ഞത്, ശിവൻകുട്ടി പറഞ്ഞത്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഭരണഘടനയാണത്രേ അദ്ദേഹത്തിന്റെ രാഷ്ട്രസങ്കല്പം. ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സഹയാത്രികനുണ്ടല്ലോ, സജി ചെറിയാൻ. ആ മന്ത്രി എന്താ പറഞ്ഞത്? ഈ ഭരണഘടന എന്ന് പറയുന്നത് കുന്തവും കൊടച്ചക്രവും ആണെന്ന് ഓർമ്മയുണ്ടോ ശിവൻകുട്ടിക്ക്? തന്റെ സ്വന്തം സഹപ്രവർത്തകൻ പറയാണ് കുന്തം കൊടച്ചക്രം. എന്തിനെ കുറിച്ചാ? ഭാരതത്തിന്റെ നെടുംതൂണായ, ഈ ജീവിക്കുന്നവരുടെ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും വിശദീകരിക്കുന്ന ഈ ഭരണഘടനയെ കുറിച്ച് സജി ചെറിയാൻ എന്ന് പറയുന്ന ഇടതുപക്ഷ സാംസ്കാരിക മന്ത്രി പറഞ്ഞത്, സംസ്കാരം തെറിക്കാത്ത രീതിയിൽ പറഞ്ഞത്, ഭരണഘടന എന്നതിനെ കുറിച്ച് കുന്തവും കൊടച്ചക്രവും എന്നാണ്. അത് ശ്രീ ശിവൻകുട്ടി മറന്നുപോയി കാണും. ശിവൻകുട്ടി പറഞ്ഞു, ആ കുട്ടികളെ മുഴുവൻ കൂട്ടി, സ്കൗട്ടിന്റെ കുട്ടികളെ മുഴുവൻ കൂട്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയേനെ, ഞാനത് ചെയ്തില്ല എന്നൊരു സൗജന്യം പറഞ്ഞു. ആ കുട്ടികളെ മുഴുവൻ ബഹുമാനപ്പെട്ട ഗവർണർ വർഗീയത പഠിപ്പിക്കുകയാണെന്ന് ആ ശിവൻകുട്ടി പറഞ്ഞു. ഒന്ന് ഓർക്കണം സർ, വർഗീയത പഠിപ്പിക്കുന്നത് ആരാണ്? വർഷങ്ങൾക്ക് മുൻപ് 6ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂമില് ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് അവരുടെ പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാഷെ അവരുടെ മുന്നിൽ വെച്ച് വെട്ടി നുറുക്കി കോലവിളി വിളിച്ചപ്പോൾ ബോധം നഷ്ടപ്പെട്ട രീതിയിൽ, മനസ്സ് നഷ്ടപ്പെട്ട രീതിയിൽ, ഭ്രാന്തമായ രീതിയിലേക്ക് ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെ ഇറക്കി വിട്ട് അവിടെ കൊലവിളി വിളിച്ച CPM-കാര് എന്താണ് സർ കുട്ടികളെ പഠിപ്പിച്ചത്? അങ്ങ് വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ, എന്താണ് പഠിപ്പിച്ചത്?
എന്താണ് ഭരണഘടനയെ കുറിച്ച് അങ്ങ് ധരിച്ചത്? കേരള അസംബ്ലിയിലെ കസേരയിൽ കയറി നിന്ന് കസേരയും മേശയും തട്ടി മറിച്ച് പൊട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടാക്കി കൊലവിളിയും തെറിയും വിളിച്ചത് ശ്രീ ശിവൻകുട്ടി അടങ്ങുന്ന നേതൃത്വമാണ്. മറന്നു കാണില്ലല്ലോ ശിവൻകുട്ടി. ആ കേസ് കുറച്ചു കാലം മുമ്പാണല്ലോ അതിന്റെ കേസിന്റെ ട്രയൽ ഉണ്ടായത്, വിധി വന്നത്. അത് ശ്രീ ശിവൻകുട്ടി മറന്നു കാണില്ല. ഓർക്കണം സർ, രാജ്ഭവനിലെ ഗവർണർ വളരെ പ്രതീകാത്മകമായ ഒരു പടം വെച്ച് പറയപെറ്റ് പന്തിരകുലത്തിലെ 12 ദിക്കിൽ വളർന്ന ഒരമ്മയുടെ മക്കളെ ഏകീകരിച്ച് ഐക്യത്തിന്റെ സാഹോദര്യം സൃഷ്ടിച്ച പഴയ ഒരു കഥയുള്ള പുരാണ ഇതിവൃത്തമുള്ള നമ്മുടെ നാട്ടില് ഐക്യം പഠിപ്പിക്കുന്ന ഭാരത മാതാവെന്ന് പറയുന്ന ഒരു പടം വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഫെഡറലിസത്തിന്റെയും വിഘടനത്തിന്റെയും വക്താക്കളാണെന്ന് എല്ലാവർക്കും അറിയാം. അടിയന്തരാവസ്ഥ കാലത്ത് പോലും മര്യാദയ്ക്ക് തലകുനിക്കാതെ പ്രവർത്തിക്കാതെ 4 നേതാക്കൾ മാത്രം അറസ്റ്റ് വരിച്ചപ്പോ ബാക്കി പാർട്ടിയുടെ ആൾക്കാർ ആരെയും നമ്മളവിടെ കണ്ടിട്ടില്ല. അറിയോ? അത്ര പോലും ധൈര്യമില്ലാത്തവരാണ്. ഇന്ന് നിങ്ങള് മുഴുവൻ പറയുന്നത് ഭാരതത്തിനെതിരാണ്, ദേശസ്നേഹത്തിനെതിരാണ്, ഇവിടുത്തെ ഐക്യത്തിനെതിരാണ്, അഖണ്ഡതയ്ക്കെതിരാണ്. അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗവർണർ, ആ ഗവർണറെ നിയമിച്ച ഒരു രാഷ്ട്രപതി, ആ രാഷ്ട്രപതിയെ നിയമിച്ച ഒരു കേന്ദ്ര നേതൃത്വം ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം എങ്ങനെയാണ് സംസ്കാരം നിലനിർത്തേണ്ടതെന്ന്. പ്രോട്ടോകോൾ ലംഘനം, ചെല്ലേണ്ട സമയത്ത് നിന്ന് വ്യതിചലിച്ച് വൈകി ചെല്ലുന്നു. അത് കഴിഞ്ഞ് ഗവർണറുടെ പരിപാടിയിലെ ദേശീയ ഗാനം പാടുന്നതിന് മുൻപ് പ്രോട്ടോകോൾ നിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്ന ശ്രീ ശിവൻകുട്ടിയാണോ ഗവർണറെ നിയമം പഠിപ്പിക്കുന്നേ, ഭരണഘടന പഠിപ്പിക്കുന്നത്? നമ്മൾ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭരണഘടനയാണ് രാഷ്ട്രസങ്കല്പം എന്ന് പറയാൻ പോലുമുള്ള അർഹത ഇവിടുത്തെ ശിവൻകുട്ടിക്ക് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വന്ദേമാതരം പറയുന്നത് പോലും തെറ്റാണെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കും. ഇന്ന് വായനാ ദിനാണ്, നിങ്ങൾ കേട്ട് കാണും, ഇന്ന് വായനാ ദിനാണ്. ഈ തൊട്ടടുത്ത് അപ്പുറത്തെ തിരുവനന്തപുരത്ത് പാളയത്തുള്ള ആ സംസ്കൃത കോളേജില് അവാർഡ് വാങ്ങിയ ഒരു യുവകവി വന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ കഥ പറഞ്ഞുകൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചത് 2 കവിത ചൊല്ലാനല്ല, പുസ്തകം വായിച്ചതിന്റെ സംക്ഷിപ്തം പറയാനല്ല, പഠിപ്പിച്ചത് എങ്ങനെ കൂവാമെന്നാണ്. ഉറക്ക കൂവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഇവരാണോ ഈ ഇടതുപക്ഷമാണോ? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. ഈ ഇടതുപക്ഷമാണോ ഇവിടെ കുട്ടികളെ നേരെയാക്കുന്നത്? ആ കുട്ടികളുടെ മുന്നിൽ ഭാരതത്തിന്റെ ഐക്യം കാണിക്കുന്നത്, സ്നേഹം കാണിക്കുന്നതുമാണോ തെറ്റ്? അതാണോ ഒരു ഗവർണർ ചെയ്യുന്ന തെറ്റ്? ഇപ്പോഴിതാ ഡിവൈഎഫ്ഐ നിങ്ങൾ ഇവിടെ കണ്ടു കാണുന്ന ഇവിടെ മുഴുവൻ ബാരിക്കേഡ് വെച്ചിരിക്കുക. എന്തിനാ? ഗവർണറുടെ രാജ്ഭവൻ മാർച്ച് നടത്തുകയാണ് ഡിവൈഎഫ്ഐ. രാജ്ഭവൻ മാർച്ച് 4 ഡിവൈഎഫ്ഐക്കാർ വന്നിട്ട് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ അങ്ങനെ പേടിക്കുന്ന വെപ്രാളപ്പെടുന്ന തിരിഞ്ഞോടി എന്നെ കേരളത്തിൽ നിന്ന് കെട്ടിയെടുത്തേക്കണേ എന്ന് പറയുന്ന ഒരു ഗവർണർ അല്ല ഇവിടെയുള്ളത്. RSSന്റെ അടയാളമാണ് ഭാരതാംബ എന്ന് പറഞ്ഞ ശിവൻകുട്ടി. അത് അവിടെ പാടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ചോദിക്കട്ടെ, RSSന്റെ അടയാളം എന്ന രീതിയിലല്ല ഭാരതാംബയെ നമ്മൾ കരുതുന്നത്. RSSന്റെ അടയാളമായിട്ട് ഭഗവധ്വജമാണ്, കാവ്യക്കൊടി. ആ കാവ്യ പതാകയാണ് RSSന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ജീവൻ. ആ അടയാളം ഭാരതത്തിലെ സ്വയം സേവകരായിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകരുടെ പ്രാണപടമാണ്. അവരുടെ താത്വിക ചിന്തയുടെ ഉദാത്തമായ ഉദാഹരണമാണ് ആ ഭഗവധ്വജമാണ് RSSന്റെ അടയാളം. ഭാരതാംബയെ നമ്മൾ RSSകാർ ഒരിക്കലും ഭാരതാംബയെ അടയാളമാക്കി ഒരു തീരുമാനത്തിനും എത്തിയിട്ടില്ല. നമ്മൾ പരമ്പരയായി സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് മുതൽക്ക് ഭാരതത്തിന്റെ അടയാളമായി, രാഷ്ട്രത്തിന്റെ അടയാളമായി, അമ്മ എന്ന സങ്കല്പത്തിൽ മണ്ണിനെ സ്നേഹിക്കുന്ന രീതിയിൽ വളർത്തിയെടുത്ത ആ ചിത്രം, ആ ബോധമാണ് നമുക്ക് തരുന്നത്. ആ ബോധത്തിന് വേണ്ടിയാണ് ഭാരതാംബയെ വെക്കുന്നത്, RSSന്റെ അടയാളമല്ല. RSSന്റെ അടയാളം എന്ന് ഭാരതാംബയെ പറയുമ്പോൾ അതിന്റെ അർത്ഥം വിദ്യാഭ്യാസ മന്ത്രിക്ക് അത്ര പോലും വിദ്യാഭ്യാസമില്ല എന്നാണ്. അത് തിരിച്ചറിയല്ല. ഭഗവധ്വജാണ് RSSന്റെ അടയാളം. അത് തിരിച്ചറിയാൻ പോലുമുള്ള പക്വതയില്ലെങ്കിൽ ഇദ്ദേഹം എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും. മനുഷ്യ മാംസത്തിന്റെ വില ഇന്നലെ മുഖ്യമന്ത്രി പറയേണ്ടത് കേട്ടു, RSSകാർ കൊന്നു എന്നൊക്കെ. 51 വെട്ടി വെറുപ്പിന്റെ കടയില് മനുഷ്യന്റെ പച്ചമാംസം വിൽക്കുന്ന സ്വഭാവം ഞങ്ങൾക്കല്ല, അത് RSSകാർക്കല്ല. അത് ആരാണ് കാണിച്ചതെന്ന് കേരളത്തിനറിയാം, ഇന്ത്യക്കറിയാം. ആരാണ് ഇവിടെ വെറുപ്പ് കച്ചവടം നടത്തുന്നത്?
ആരാണ് ഇവിടെ വർഗീയതയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നത്? ആരാണ് ഭാരതം നടത്തുന്ന രാജ്യസ്നേഹപരമായ സൈനിക നീക്കങ്ങളെ പോലും പരിഹാസത്തോടെ നോക്കുന്നത് നമുക്കറിയാം. അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രസ്നേഹം ഉണ്ടാവാത്തിടത്തോളം കാലം ഭാരതം അമ്മ എന്ന രീതിയിൽ കാണാൻ അവർക്ക് സാധിക്കും. അവർക്ക് അമ്മ എന്ന വികാരമില്ല, അമ്മയും മക്കളും എന്ന സങ്കല്പമില്ല. അവർക്ക് പ്രായോഗികമായിട്ട് വ്യക്തികള് ആവിഷ്കാര സ്വാതന്ത്ര്യം, ഏത് LKG പഠിക്കുന്ന കുട്ടിയുടെ ശരീരത്തിൽ പാഞ്ഞു കയറാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം, ഏത് കുട്ടികളുടെ വിദ്യാലയങ്ങളിലും മയക്കുമരുന്ന് വിൽപ്പിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം, ലഹരിയും മദ്യവും വിറ്റ് കേരളത്തിലെ യുവാക്കളെ ഇത്തരം ലഹരിയുടെ മദ്യത്തിന്റെയൊക്കെ തട്ടകങ്ങളിലേക്ക് ഇറക്കി വിടുന്ന രീതിയിൽ നിയമപരമായി നിഷ്കർഷ പോലും കാണിക്കാതെ അങ്ങനെ ചെയ്യുന്ന ഇവരാണോ കേരളത്തിലെ യുവാക്കൾക്ക് വഴി കാണിക്കുന്നത്? അതോ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് ഐക്യം കാണിക്കുന്നതാണോ? സ്നേഹം കാണിക്കുന്നതാണോ? കൂട്ടിപ്പിടിക്കുന്നതാണോ? വിഘടനമാണോ നമുക്ക് വേണ്ടത്? അല്ലല്ലോ. അതുകൊണ്ട് ശ്രീ ശിവൻകുട്ടി ഇന്ന് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയതിന്റെ കാര്യം നമുക്കറിയാം. മിനിയാന്ന് ഗോവിന്ദൻ മാഷും ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇന്ന് ബഹുമാനപ്പെട്ട എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും കാണിച്ചു കൂട്ടിയത് ഇപ്പോൾ DYFI ഇവിടെ നടത്താൻ പോകുന്ന പ്രകടനം, ഇതൊക്കെ കേരളത്തിന്റെ മണ്ണിൽ ഈ പരിപ്പ് വേവില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ചു കാലമായി ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി കച്ചവടത്തിന്റെ. ഞങ്ങളെ RSSകാരെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നത് സേവനമാണ് ലക്ഷ്യം. ആ സേവനത്തിന്റെ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്ന് ഊറ്റം കൊണ്ടിട്ടാണ് BJP ഇവിടെ കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. അല്ലാതെ മാസപ്പടി മേടിച്ചിട്ടും സ്വർണ്ണ കള്ളക്കടത്ത് കടത്തിയിട്ടും അല്ല. അത് നടത്തുന്നത് ആരാണെന്ന് ശ്രീ ശിവൻകുട്ടിക്ക് അറിയാമല്ലോ. കള്ളത്തരത്തിൽ മാസപ്പടി മേടിക്കുന്നതും പ്രതിപട്ടികയിൽ നിൽക്കുന്നതും ആരാണെന്ന്, ഏത് കുടുംബമാണെന്ന്, ഏത് പാർട്ടിയാണെന്ന് ശ്രീ ശിവൻകുട്ടിക്ക് അറിയാലോ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്വയം സേവകരുടെ ഇല്ലമാണ്. അവിടെ സേവനമാണ്, സേവനം വികസനത്തിനാണ്. അത് സ്നേഹത്തിന്റെ ഭാഷയാണ്, അത് രാഷ്ട്ര സ്നേഹത്തിന്റെ ഭാഷയാണ്, രാഷ്ട്ര വികസനത്തിന്റെ ഭാഷയാണ്, അഖണ്ഡ ഭാരതത്തിന്റെ ഭാഷയാണ്. ആ ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ ബദ്ധശ്രദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. എല്ലാവരോടുമൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയ ബോധമുള്ള ഈ സാംസ്കാരിക ബോധമുള്ള പ്രവർത്തകരും ചെറുപ്പക്കാരും ഇവിടുത്തെ ജനങ്ങളും എന്ന് ശ്രീ ശിവൻകുട്ടി ഓർത്താൽ നന്ന്. അല്ലാണ്ട് 4 DYFIക്കാര് ഇവിടെ വന്ന് ബാരിക്കേഡിൽ കുത്തി 4 ബഹളം വെച്ച് ഒരു തല്ലുണ്ടാക്കി പോലീസുകാരന്റെ തലക്കെറിഞ്ഞ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലൊന്നും ഗവർണർ മാറാൻ പോകുന്നില്ല, ഭാരതാംബയെ കീറി കളയാൻ പോകുന്നില്ല. ഭാരതാംബ നിൽക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിലാണ്. ആ മനസ്സിൽ നിന്ന് അതിനെ പറിച്ചെടുക്കാൻ ഒരു ശിവൻകുട്ടിക്കും സാധിക്കില്ല എന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കണ്ടോ, ഇനി നമുക്ക് DYFIയുടെ പൂരം കാണാം, ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടും കാണാം. തൽക്കാലം നന്ദി, നമസ്കാരം.